നമസ്കാരം. ലേഡീസ് കോർണറിന്റെ ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വിജയഗാഥകൾ നമുക്ക് ചുറ്റിനും നിറഞ്ഞു നിൽപ്പുണ്ട്. ഇത്തരം വിജയഗാഥകൾ നമുക്ക് പ്രചോദനമാം വിധം ഉൾക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നാമും വിജയപഥത്തിൽ എത്തിച്ചേരുന്നത്. ഒരു പ്രതിഭയുടെ വിശേഷങ്ങളിലേക്ക് കാണാം. സ്ത്രീരത്നം. ഇത് നന്ദിത ബാബു. ചുമർ ചിത്രകലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവ കലാകാരി. മനസ്സിൽ വിരിയുന്ന ഭാവനകളെ നിറക്കൂട്ടുകളാൽ ചിത്രങ്ങളാക്കി മാറ്റുന്നു നന്ദിത ബാബു. കുട്ടിക്കാലം തുടങ്ങിയ ചുവർച്ചിത്രങ്ങൾ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ വീടായിട്ടുള്ള തുറവൂരിലെ നാരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ചിത്രങ്ങൾ കണ്ടു വളരാൻ ഭാഗ്യമുണ്ടായ ആളാണ് ഞാൻ. അപ്പം അന്ന് തുടങ്ങി കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങി അത്രയധികം ആഴത്തിൽ അതെൻ്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വിവാഹം കഴിഞ്ഞ് മോളുണ്ടായി. അതിനുശേഷമാണ് ഒരു ഗുരുവിൻ്റെ കീഴിൽ അത് അഭ്യസിച്ചു തുടങ്ങിയത്. അതിനോടുള്ള ഇഷ്ടം തന്നെയാണ് അതിലേക്ക് വരാനുണ്ടായ ഒരു കാരണം. ചെറുപ്പം മുതലേ നിറങ്ങളോടും ചായക്കൂട്ടുകളോടും താല്പര്യമുണ്ടായിരുന്ന നന്ദിത ചിത്രങ്ങളുടെ ലോകത്ത് പതിയെ ചുവടുറപ്പിക്കുകയായിരുന്നു. മറ്റ് ഓയിൽ പെയിന്റിങ്, അതുപോലെ വാട്ടർ കളർ, ഇതെല്ലാം നേരത്തെ ചെയ്തിരുന്നു. പക്ഷെ മ്യൂറലിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. മ്യൂറൽ ചിത്രകല പഠിച്ചു തുടങ്ങിയതിന് ശേഷം, അതായത് ഒരു ഗുരുവിൻ്റെ കീഴിലുള്ള അഭ്യസനം തുടങ്ങിയതിന് ശേഷം അത് തന്നെയാണ്, മ്യൂറൽ മാത്രമാണ് ചെയ്യാറുള്ളത്. ചേർത്തലയിൽ ജനിച്ചു വളർന്ന നന്ദിത വിവാഹശേഷം അങ്കമാലിയിൽ താമസമാക്കി. ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി ചിത്രരചനകൾ തന്റെ കരസ്പർശത്താൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവർ. ഏകദേശം ഒരു 500ഓളം ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ക്ഷേത്രങ്ങളിൽ ചെയ്ത ചിത്രങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയാം. പല റെസ്റ്റോറൻറ്റുകൾക്കും അതുപോലെ ഹോട്ടലുകൾക്കും അങ്ങനെയൊക്കെയുള്ള വേണ്ടി ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വീടുകളുടെ ഭിത്തിയിൽ, പൂജാമുറിയുടെ ഭിത്തി ചെയ്തിരുന്ന വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒക്കെ ശരിക്കും ക്യാൻവാസിനേക്കാൾ കൂടുതൽ ഭിത്തി ചെയ്യുന്ന വർക്കുകളാണ് സംതൃപ്തി തരാറുള്ളത്. പ്രാചീന ഭാരതത്തിലെ കലകളും ഐതിഹ്യങ്ങളും നന്ദിതയുടെ വിരലുകളിലൂടെ നിറങ്ങളുടെ ക്യാൻവാസിലേക്ക് എത്തുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി ക്ഷേത്ര ചുമരുകളിൽ ഈ കലാകാരിയുടെ ചിത്രരചനാ വൈഭവം പ്രകടമാണ്. ആദ്യം അതിൻ്റെ വിഷയത്തെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാകുക എന്നുള്ളതാണ്. അതിന് ആ വിഷയ സംബന്ധമായിട്ട് നമുക്ക് കിട്ടാവുന്നിടത്തോളം വിവരങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. വ്യാഖ്യാന ചിത്രമാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ, ധ്യാന ശ്ലോക ചിത്രങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധ്യാന ശ്ലോകം അനുസരിച്ച് വരയ്ക്കേണ്ട ചിത്രങ്ങൾക്ക് ആ കൃത്യമായ ആ ധ്യാന ശ്ലോകത്തെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യാം. അത്തരത്തിലൊരു സബ്ജക്റ്റ് ഏതെങ്കിലും ഒരു പുരാണ കഥാസന്ദർഭങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഖ്യാന ചിത്രങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കിട്ടാവുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് ചിത്രം വരയ്ക്കാൻ തുടങ്ങാറുള്ളൂ. അതിന് ഒരുപാട് ബുക്സ് റെഫർ ചെയ്യാറുണ്ട്. അതുപോലെ നമുക്കറിവില്ലാത്ത